ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അടിപൊളി ക്രൈം ത്രില്ലറാണ്. അതായത് സ്റ്റാർ സിറ്റി എന്നൊരു സ്ഥലത്ത് അതിനിഗൂഢമായ കൊലപാതകങ്ങൾ നടക്കുകയാണ്. മുഖമൊക്കെ ഇങ്ങനെ ചുരണ്ടിയെടുത്ത് എലികളെ കൊണ്ട് കടുപ്പിച്ചു കൊല്ലുന്ന ഒരു സൈക്കോ കില്ലർ. ഈ കില്ലർ അന്വേഷിച്ച് ഒരു ഡിറ്റക്റ്റീവ് ടീം തന്നെ വരികയാണ്. ഈ ഒരു അന്വേഷണം ചെന്ന് നിൽക്കുന്നത് വലിയൊരു സസ്പെൻസിലേക്കാണ്, ഒരു വലിയൊരു പ്രതികാരത്തിന്റെ കഥ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ സിനിമ തുടങ്ങുമ്പോൾ ഒരു ക്രൈം സീനാണ് കാണിക്കുന്നത്. അപ്പോ ഇതാ ഈ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് ഹീറോ. ഇയാളുടെ പേര് ഫ്രാങ്ക്, ഒരു ഡിറ്റക്റ്റീവ് ആണ്. ഇപ്പോ ഈ ഫ്രാങ്കിന്റെ അടുത്തോട്ട് വരുന്ന ഈ ലേഡിയുടെ പേര് കേറ്റ് എന്നാണ്. ഇവരും ഒരു ഡിറ്റക്റ്റീവ് ആണ്. ആക്ച്വലി ഇത് ഫ്രാങ്കിന്റെ വൈഫായിരുന്നു, ഈ അടുത്ത് ഡിവോഴ്സ് ആയതാണ്. ശരിക്കും ഇവരിവിടെ ഈ ക്രൈം സീനിലേക്ക് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കൊല്ലപ്പെട്ടത് ഒരു സാധാരണക്കാരനാണ്. അയാൾക്ക് സ്വന്തമായിട്ട് വീടും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു അയ്യോഭാവം. അങ്ങനെ അവർ രണ്ടുപേരും ആ ക്രൈം സീനിൽ ആ ഡെഡ് ബോഡിയുടെ അടുത്തോട്ട് ചെന്ന് നോക്കുകയാണ്. അപ്പോ അത് കണ്ടതും ഇവരൊന്ന് ഷോക്കാവുകയാണ്. കാരണം ആ ബോഡിയിലേക്ക് നോക്കുമ്പോൾ ആ മുഖം മുഴുവനായിട്ട് ഇങ്ങനെ ചുരണ്ടിയെടുത്തിട്ട് തലയൊട്ടി മാത്രമാക്കി വെച്ചിരിക്കുകയാണ്, ചോര പുരണ്ടൊരു തലയൊട്ടി. അപ്പോ ആ ബോഡി ഇൻക്വസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന മെഡിക്കൽ എക്സാമിനർ പറയുകയാണ്, ഈ മുഖം ഒഴികെ ഇയാളുടെ ശരീരത്തിന് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല, ഒരു മുറിപ്പാട് പോലുമില്ല. ഇത് കണ്ടിട്ട് എന്തോ ഒരു ജീവി കടിച്ചു മാന്തിയതുപോലെയുണ്ട്. ഈ മരണം നടന്നിട്ട് ഏകദേശം 36 മണിക്കൂറെങ്കിലായിട്ടുണ്ടാവും. ബാക്കി ഡീറ്റെയിൽസ് ആണെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അപ്പോ അവിടെയെല്ലാം ശരിക്കും വാച്ച് ചെയ്തിട്ട് ഫ്രാങ്ക് ഇപ്പോ കേറ്റിനോട് പറയുകയാണ്, കേറ്റ് ഈ കേസ് ഞാൻ നോക്കിക്കോളാം. അതും പറഞ്ഞിട്ട് ഫ്രാങ്ക് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അടുത്ത സീനിൽ പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. അവിടെ വേറെ 2 ഡിറ്റക്റ്റീവ്സിനെ കൂടി കാണിക്കുന്നുണ്ട്. ഒരാൾ ടെറി, മറ്റേയാൾ ബുള്ളോക്ക്. അപ്പോ ഇവര് രണ്ടുപേരും നേരത്തെ കണ്ട കേറ്റും ഫ്രാങ്കും ഒരേ ടീമാണ്. ഈ ടീമിന് ഒരു ഹെഡ് ഉണ്ട്. ആളെ നമുക്ക് കുറച്ചുകൂടി ചെന്നിട്ട് പരിചയപ്പെടാം. നമ്മൾ നേരത്തെ കണ്ട ആ സീനില്ലേ, അതിപ്പോ ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. മരിച്ചിരിക്കുന്നതാണെങ്കിൽ വീട് പോലില്ലാത്ത ഒരാളാണ്. അയാളുടെ മുഖമില്ലാത്തത് കൊണ്ട് തന്നെ ആളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അടുത്ത ദിവസം രാത്രിയിൽ ഒരു ബാറ് കാണിക്കുകയാണ്. അവിടെ ഈ ടെറിയും കേറ്റും പിന്നെ ടെറിയുടെ ഒരു ഫ്രണ്ടും ഉണ്ട്. അയാളുടെ പേര് എഡ്വേർഡ് എന്നാണ്. ഇയാളൊരു ലോയറാണ്, അവിടുത്തെ അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് അറ്റോർണി. അപ്പോ ഇന്ന് ഈ എഡ്വേർഡ് ഒരു കേസ് ജയിച്ചിട്ട് ഒരു ക്രിമിനലിനെ ജയിലിലാക്കിയിട്ടുണ്ട്. അപ്പൊ കേറ്റും ടെറി അവനെ അഭിനന്ദിക്കുകയാണ്. അങ്ങനെ അയാൾ 2 പെഗ് കഴിച്ചിട്ട് വീട്ടിൽ വൈഫ് ഒറ്റയ്ക്കാണെന്നും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. എന്നാൽ കേറ്റും ടെറിയും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോ അവര് രണ്ടുപേരും ഫ്രാങ്കിനെ പറ്റിയാണ് ഈ സംസാരിക്കുന്നത്. അതായത് കുറച്ചു നാൾ മുൻപ് ഫ്രാങ്ക് ഒരു കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവന്റെ കൂടെ ഉണ്ടായിരുന്ന അവന്റെ ഇൻവെസ്റ്റിഗേഷൻ പാർട്ണറെ ആ ക്രിമിനൽ വെടിവെച്ചു. ആ ഒരു സങ്കടത്തിൽ കള്ളുകൂടി തുടങ്ങിയ ഫ്രാങ്ക് ഇപ്പൊ ഫുൾ ടൈം വെള്ളത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവനിനി പഴയ രീതിക്ക് ആക്റ്റീവ് ആകാൻ പറ്റുമോ എന്നാണ് ഇവരിപ്പോ സംസാരിക്കുന്നത്. അങ്ങനെ അതിനുശേഷം ഇപ്പോ വേറൊരു മരണം കൂടി നടന്നിരിക്കുകയാണ്, അടുത്ത കൊലപാതകം. ഈ ഫ്രാങ്കും ബുള്ളോക്കും ഇപ്പോ അങ്ങോട്ടേക്ക് ചെന്നിരിക്കുകയാണ്. അവിടെ ചെന്ന് പരിശോധിക്കുമ്പോൾ ആ മരിച്ചെടുക്കുന്ന വ്യക്തിക്ക് മുഖമുണ്ട്. പക്ഷേ അയാളുടെ നെഞ്ചു മുഴുവൻ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ്, എന്തോ കടിച്ചു പറിച്ചതുപോലെയാണ്. അതായത് നേരത്തെ കണ്ട ആ ഒരു കൊലപാതകവുമായി ഇതിന് സാമ്യമുണ്ട്. അപ്പോ ഈ ഒരു മരണം നടന്നിട്ട് 48 മണിക്കൂറെങ്കിലും ആയി കാണുമെന്ന് ആ മെഡിക്കൽ എക്സാമിനർ പറയുകയാണ്. ഈ നെഞ്ചിലുള്ള ഈ മുറിവിൽ എന്തോ കെമിക്കൽസ് കൂടി ആഡ് ആയിട്ടുണ്ട്. അവിടെ നിന്ന് എന്തോ ഒരു സ്മെല്ല് വരുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് ഇവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. സോ ഇതെന്ത് ജീവിയാണ് ഇങ്ങനെ കടിച്ചു തിന്നുന്നതെന്ന് ഫ്രാങ്ക് ചോദിക്കുകയാണ്. അപ്പോ കഴിഞ്ഞ മർഡറിലും ഈ മർഡറിലും ആ കടിച്ചതിന്റെ മുറിവിന്റെ റേഡിയസ് എടുത്ത് നോക്കുമ്പോൾ രണ്ടിലും എലിയാവാനാണ് സാധ്യതയെന്ന് ആ മെഡിക്കൽ എക്സാമിനർ പറയുകയാണ്. അങ്ങനെ ഈ മർഡറിന്റെ റിപ്പോർട്ട് നാളത്തേക്ക് കൊണ്ടുവരാൻ അയാളോട് പറഞ്ഞിട്ട് ഫ്രാങ്കും ബുള്ളോക്കും അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ പിറ്റേ ദിവസം സ്റ്റേഷനിൽ ഫ്രാങ്ക് അവിടുത്തെ ബോർഡിൽ ഈ 2 കേസുകളെയും പറ്റി എഴുതുകയാണ്. ആദ്യത്തെ വിക്ടിമിന് മുഖം ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ അത് ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റിയിട്ടില്ല. രണ്ടാമത് മരിച്ചയാളുടെ പേര് ക്യാമറോൺ എന്നാണ്. ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അയാളുടെ പേരൻസ് ഒക്കെ നേരത്തെ മരിച്ചു, ഭാര്യയായിട്ട് ഡിവോഴ്സ്ഡ് ആണ്. ആളിപ്പോ വേറെ രാജ്യത്താണ്. ഫസ്റ്റ് വിക്ടിമിന്റെ വിരലുകൾ ദ്രവിച്ചത് കൊണ്ട് ഫിംഗർ പ്രിന്റ്സ് എടുക്കാനായിട്ട് ഇവർക്ക് പറ്റിയിട്ടില്ല. അയാളുടെ പല്ലുകൾ ഡെന്റൽ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്, അത് നാളെ കിട്ടും. അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുമെന്ന് ബുള്ളോക്ക് ഇപ്പോ ഫ്രാങ്കിനോട് പറയുകയാണ്. ഓക്കെ, അപ്പൊ നാളെ കാണാമെന്നും പറഞ്ഞ് ഫ്രാങ്കും ബുള്ളോക്കും ഇപ്പൊ അവരവരുടെ വീട്ടിലോട്ട് പോകും. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ബുള്ളോക്ക് ഓടി വന്ന് ഫ്രാങ്കിന്റെ വീട്ടിലെത്തി അവന്റെ ഡോറിൽ തട്ടുകയാണ്. അവളെന്തോ എമർജൻസി ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോ പാതി ഉറക്കത്തില് ഫ്രാങ്ക് വന്ന ഡോർ ഓപ്പൺ ചെയ്യുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഹെഡ് ഇപ്പോ ഒരു ക്രൈം സീനിലാണ്. വീണ്ടും ഒരു മർഡർ നടന്നിരിക്കുന്നു. ഫ്രാങ്കിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇപ്പോ ഇവളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത്. വീണ്ടും ഒരു കൊലപാതകം നടന്നെങ്കിൽ ഇതൊരു സീരിയൽ കില്ലറാണ്, അയാൾ ഒരു സൈക്കോ ആണ്. അങ്ങനെ രണ്ടുപേരും വേഗം തന്നെ 3ാമത്തെ മർഡർ നടന്ന ആ സ്ഥലത്തേക്ക് ചെല്ലുന്നു. അവിടെ കേറ്റും അവരുടെ ഹെഡ് ഓഫീസറും നിൽക്കുന്നുണ്ട്. ഇപ്പൊ മരിച്ചിരിക്കുന്നത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് ശരിക്കും ഷോക്കിംഗ് ആണ്. നമ്മൾ നേരത്തെ ഒരു അഡ്വക്കേറ്റിനെ കണ്ടിരുന്നു, എഡ്വേർഡ്, ടെറിയുടെ ഫ്രണ്ട്. അവർ കുറച്ചു മുൻപ് ബാറിൽ നിന്ന് സംസാരിക്കാൻ നമ്മൾ കണ്ടതാണ്.
ഇന്നലെ രാത്രിയിലാണ് ഇത് സംഭവിച്ചത്. ആ സമയത്ത് എഡ്വേർഡിന്റെ ഭാര്യ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോ ഈ ഒരു മർഡർ അവർ നേരിട്ട് കണ്ടതുകൊണ്ട് ആ ഒരു ഷോക്കിൽ നിന്നും ഇതുവരെ നോർമൽ ആയിട്ടില്ല. അവരിപ്പോ ഹോസ്പിറ്റലിലാണ്. അപ്പോ ഈ ഒരു സംഭവം ടെറി അറിഞ്ഞു എന്ന് ഫ്രാങ്ക് ചോദിക്കുകയാണ്. കാരണം അവർ നല്ല ഫ്രണ്ട്സ് ആയിരുന്നല്ലോ. ടെറി ഇത് കണ്ടിട്ട് ആകെ ഷോക്കായി കരഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയതെന്ന് അവന്റെ ഹെഡ് അവനോട് പറയുകയാണ്. ഈ എഡ്വേർഡിന്റെ ബോഡി കിടക്കുന്നത് ബാത്റൂമിലാണ്. ആ ഏരിയ കംപ്ലീറ്റ് ചോരയാണ്. അയാളുടെ വയറിൽ വലിയ മുറിവുകളുണ്ട്. അതിലൂടെ ചോര വാർന്നാണ് അയാൾ മരിച്ചിരിക്കുന്നത്. അപ്പോ മരിച്ചിരിക്കുന്നത് ഒരു ചെറിയ ആളല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു വെരി ഇമ്പോർട്ടന്റ് കേസായിട്ട് മാറുകയാണ്. സോ ഈ കാര്യം മീഡിയ അറിയരുതെന്ന് അവരുടെ സീനിയർ ഓഫീസർ പറയുന്നുണ്ട്. എന്നിട്ട് ആദ്യത്തെ 2 കേസുകളുടെയും ഫൈൻഡിങ്സ് എടുത്തിട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്ത് നോക്കാനായിട്ട് ഫ്രാങ്കിനോട് ഇപ്പൊ അയാൾ പറയുകയാണ്. എന്നിട്ട് അവിടെ നിന്നും പോകുന്നു. അടുത്ത സീനായിട്ട് കാണിക്കുന്നത് ഒരു ലാബാണ്. അവിടെ മെഡിക്കൽ എക്സാമിനറിനെ കാണാൻ വന്നിരിക്കുകയാണ് ഫ്രാങ്ക്. എന്താണ് മരണകാരണം എന്ന് അന്വേഷിക്കുമ്പോൾ എഡ്വേർഡ് മരിക്കാൻ കാരണം വയറിലുണ്ടായ മുറിവുകളും അതുമൂലം ഉണ്ടായ ബ്ലഡ് ലോസുമാണ്. ഈ സെക്കൻഡ് മർഡറിൽ കുറച്ച് കെമിക്കൽസിന്റെ പ്രസൻസ് ഉണ്ടെന്ന് അന്ന് ഈ മെഡിക്കൽ എക്സാമിനർ പറഞ്ഞിരുന്നല്ലോ. അതിന്റെ റിസൾട്ട് വരുന്നേ ഉള്ളൂ. പക്ഷേ അതിന്റെ പ്രിലിമിനറി അനാലിസിസ് ചെയ്തപ്പോൾ അത് പല കെമിക്കൽസും ഒപ്പം ഹോർമോൺസും ആഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണെന്ന് മനസ്സിലാകുന്നു. ഈ ഒരു സബ്സ്റ്റൻസ് മരിച്ച 3 പേരുടെയും ശരീരത്തിലുണ്ടായിരുന്നു. അതായത് മരിച്ച 3 കേസുകൾ നോക്കുമ്പോഴും ഓരോരുത്തരുടെയും ഓരോ ഭാഗത്തുണ്ടായ മുറിവുകളായിരുന്നു മരണകാരണം. ഈ മുറിവുകളിൽ ഈ സബ്സ്റ്റൻസിന്റെ പ്രസൻസും ഉണ്ട്. ആദ്യത്തെ വിക്ടിമിന്റെ ബോഡി ശരിക്കും ഡ്രൈ ആയിരുന്നതുകൊണ്ട് ഈ സബ്സ്റ്റൻസ് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോ മെഡിക്കൽ എക്സാമിനർ പറഞ്ഞ ഈ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തിട്ട് ഫ്രാങ്ക് വേഗം തന്നെ സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. അവിടെ സ്റ്റേഷനിൽ ഇവരുടെ ടീം എല്ലാവരും തന്നെയുണ്ട്. അവരുടെ ഹെഡ്, കേറ്റ്, ബുള്ളോക്ക്, ടെറി ഇവരൊക്കെയുണ്ട്. അപ്പോ അവിടെ വെച്ചിട്ട് ഫ്രാങ്ക് അവൻ ഈ കേസിനെ പറ്റി ഇതുവരെ കിട്ടിയ എല്ലാ ഡീറ്റെയിൽസും ഷെയർ ചെയ്യുകയാണ്. വിക്ടിം നമ്പർ 1 ഒരു സാധാരണക്കാരനാണ്. സ്വന്തമായിട്ട് ഒരു വീട് പോലുമില്ല. 5 ദിവസം മുൻപ് കൊല ചെയ്യപ്പെട്ടു. അയാൾക്ക് മുഖം മാത്രം ഉണ്ടായിരുന്നില്ല. വിക്ടിം നമ്പർ 2 ഒരു സെക്യൂരിറ്റി ഗാർഡാണ്. 3 ദിവസം മുൻപ് കൊല്ലപ്പെട്ടു. അയാളുടെ നെഞ്ചിന്റെ ഭാഗത്താണ് മുറിവുകൾ ഉണ്ടായിരുന്നത്. വിക്ടിം നമ്പർ 3 എഡ്വേർഡ് ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടു. അയാളുടെ വയറിന്റെ ഭാഗത്തായിരുന്നു മുറിവുകൾ. ഈ 3 കേസിലും മുറിവിലൂടെ ചോര വാർന്നാണ് മരിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ് ലാബിൽ നിന്ന് വന്ന റിസൾട്ട്സ് പ്രകാരം ഈ മുറിവുകൾ ഉണ്ടായിരിക്കുന്നത് എലികളില്ലേ, എലികൾ വന്ന് കടിച്ചു കയറിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ 3 കൊലയും ചെയ്തിരിക്കുന്നത് ഒരാളായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അന്വേഷിക്കുന്നത് ഒരു സീരിയൽ കില്ലറിനെയാണെന്ന് ബുള്ളോക്ക് ഇപ്പൊ പറയുകയാണ്. അപ്പോ ഈ കില്ലർ എലിയെ വെച്ച് കടിപ്പിക്കുന്നത്, ഓർഗൻസ് നശിപ്പിക്കുന്നത്, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ആ കില്ലർക്ക് ഒരു പേഴ്സണൽ മോട്ടീവ് ഉണ്ട്. 2 ദിവസം ഗ്യാപ്പ് എടുത്തിട്ടാണ് ഈ 3 കൊലയും നടന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത കൊലപാതകം നാളെ നടക്കുമെന്ന് ഫ്രാങ്ക് പറയുകയാണ്. ആദ്യത്തേത് ഒരു സാധാരണക്കാരൻ, പിന്നെ ഒരു സെക്യൂരിറ്റി, പിന്നീട് എഡ്വേർഡ്. അപ്പോ ഇവർക്ക് 3 പേർക്കും ഇടയിലുള്ള കോമൺ ലിങ്ക് എന്താണെന്ന് കേറ്റ് ചോദിക്കുകയാണ്. ഈ മരിച്ച എഡ്വേർഡ് ആണെങ്കിൽ ഒരു ലോയറാണ്. അവൻ ഒരുപാട് പേരെ ജയിലിലാക്കിയിട്ടുണ്ട്. അവന് ശത്രുക്കളായിട്ട് ഒരുപാട് പേരുണ്ടാവും. അവരെല്ലാവരെയും കണ്ടുപിടിക്കണമെങ്കിൽ അതിന് ഒരുപാട് സമയം എടുക്കും. ആ സമയം നമ്മുടെ കയ്യിലില്ല എന്ന് ഫ്രാങ്ക് പറയും. ഈ സമയത്ത് അവരുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് പറയുകയാണ്, ഈ കേസിനെ അങ്ങോട്ട് കേറ്റ് ആയിരിക്കും അന്വേഷിക്കുകയാണ്. അപ്പൊ ഫ്രാങ്ക് സമ്മതിക്കുന്നില്ല. ഇത് ഞാനെടുത്ത കേസാണ്, ഞാൻ തന്നെ ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമെന്ന് അവൻ പറയും. അങ്ങനെ ഫ്രാങ്കിനെ ഇപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അയാളുടെ ക്യാബിനിലേക്ക് വിളിച്ച് സംസാരിക്കുകയാണ്. ഈ ഹെഡ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അതിന് കാരണമുണ്ട്. ഇത്രയും സീരിയസ് കേസ് ലീഡ് ചെയ്യാനായിട്ട് ഫ്രാങ്ക് സെറ്റല്ല. കാരണം അവനിപ്പോ എപ്പോഴും കള്ളുകൂടിയാണ്. മാത്രമല്ല അത്ര ആക്റ്റീവ് അല്ല. ടെറി ആണെങ്കിൽ ഒരു വിക്ടിമിന്റെ സുഹൃത്താണ്. അവൻ ഈ കേസുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്. കേറ്റ് ആണെങ്കിൽ ഇപ്പൊ ട്രാൻസ്ഫർ ആവാനായിട്ട് ഇരിക്കുകയാണ്. ഈ കേസ് അവൾ ലീഡ് ചെയ്ത് സക്സസ് ആയ അവൾക്കത് ഫ്യൂച്ചറിലേക്ക് ഗുണം ചെയ്യും. അപ്പോ കേറ്റിന് ട്രാൻസ്ഫർ ആയെന്ന കാര്യം ഫ്രാങ്ക് ഇപ്പോഴാണ് അറിയുന്നത്. ഈ കേസ് എല്ലാവരും ഒരു ടീമായിട്ട് അന്വേഷിച്ച് ഡിപ്പാർട്ട്മെന്റിനെ നാണക്കേടിൽ നിന്ന് രക്ഷിക്കാനായിട്ട് അവനോട് ആ ഓഫീസർ പറയുകയാണ്. അങ്ങനെ അതിനുശേഷം ഫ്രാങ്ക് ടെറിയുടെ വീട്ടിലോട്ട് ചെല്ലുന്നു. അവിടെ അവന്റെ ഭാര്യയുണ്ട്. അപ്പോ വൈഫ് ഡിന്നർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഗ്യാപ്പില് ടെറിയും ഫ്രാങ്കും സംസാരിക്കുകയാണ്. ടെറി ആണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ്. അവന്റെ സുഹൃത്ത് മരിച്ച ആ ഒരു വിഷമത്തിൽ നിന്നും അവൻ ഇതുവരെ റിക്കവർ ആയിട്ടില്ല. ഈ ടെറിയും എഡ്വേർഡും പണ്ട് സ്കൂൾ തൊട്ട് ഒരുമിച്ച് പഠിച്ചവരാണ്. ഒരുമിച്ച് ഒരേ ഫുട്ബോൾ ടീമിൽ കളിച്ചു വളർന്നു. അതുകൊണ്ടാണ് അവൻ ഇത്ര സങ്കടം. ഈ മരിച്ച എഡ്വേർഡിന് വേണമെങ്കിൽ ലോയറായിട്ട് കണ്ടിന്യൂ ചെയ്ത് കുറച്ച് ക്യാഷ് ഒക്കെ ഉണ്ടാക്കായിരുന്നു. പക്ഷെ അവനത് ചെയ്യാതെ ഡിസ്ട്രിക്ട് അറ്റോർണിയുടെ കൂടെ നിന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നു. അവൻ അത്ര നല്ല മനുഷ്യനായിരുന്നു. അവനിങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ലായിരുന്നു എന്ന് ടെറി ഇപ്പോൾ ഫ്രാങ്കിനോട് പറയുകയാണ്. നടക്കാനുള്ളത് നടന്നു. ഇനി അത് ആലോചിച്ച് സങ്കടപ്പെടരുത്. നീ വീണ്ടും പഴയ പോലെ തന്നെ ജോലിയിൽ ആക്റ്റീവ് ആകണം എന്നൊക്കെ പറഞ്ഞ് ഫ്രാങ്ക് അവനെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഫ്രാങ്ക് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. അവിടെ ബുള്ളോക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോ അവളോട് പറയുകയാണ്, ഈ കേസിൽ നമുക്ക് ഇന്ന് എന്തെങ്കിലും ലീഡ് കിട്ടിയേ പറ്റുമെന്ന്. ആക്ച്വലി ബുള്ളോക്ക് ഇവിടെ കുറച്ച് പണിയിലായിരുന്നു. ഈ എഡ്വേർഡ് ഒരുപാട് ക്രിമിനൽസിനെ ജയിലിലാക്കിയിട്ടുണ്ടല്ലോ. അങ്ങനെ കുറെ ആളുകളുടെ ലിസ്റ്റ് ഇവിടെ ബുള്ളോക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ കൊലക്കേസിൽ കിടക്കുന്ന എല്ലാവരും ഇപ്പോഴും അകത്ത് തന്നെയാണ്. ആരും പുറത്തിറങ്ങിയിട്ടില്ല. അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ അവിടെ നിന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലാബ് റിപ്പോർട്ട്സ് കൊണ്ടുവരികയാണ്.
മരിച്ചവരുടെ ബോഡിയിലുണ്ടായിരുന്ന ആ സബ്സ്റ്റൻസിൽ ഹോർമോൺസ് ഉൾപ്പെടെ പലതരം കെമിക്കൽസ് ആടായിരുന്നു. ഈ സബ്സ്റ്റൻസ് ആണ് എലിയെ ആകർഷിക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കെമിക്കൽസ് ഉള്ള ഭാഗം മാത്രമാണ് എലി കടിച്ചു കീറിയിരിക്കുന്നത്. അപ്പോ കില്ലർ ശരിക്കും പ്ലാൻ ചെയ്തിട്ടാണ് 3 പേരെയും കൊന്നിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നു. ഈ കില്ലർക്ക് വേണമെങ്കിൽ ആസിഡ് ഉപയോഗിച്ച് കൊല്ലാമായിരുന്നു. പക്ഷെ ഇത്രയും എഫേർട്ട് എടുത്ത് ഇത്രയും കെമിക്കൽസ് ഉപയോഗിച്ച് എന്തിനിങ്ങനെ ചെയ്യണമെന്ന് ഫ്രാങ്കിന് മനസ്സിലാവുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം ഫ്രാങ്ക് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ ആ മർഡർ ബോർഡിൽ ബുള്ളോക്ക് പുതിയ കുറച്ച് ഇൻഫർമേഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഫസ്റ്റ് വിക്ടിമിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ലായിരുന്നല്ലോ. അയാളുടെ മുഖവും ഫിംഗേഴ്സ് ഒക്കെ ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് അത് കിട്ടാഞ്ഞത്. ഇപ്പോ അയാളുടെ ഡെന്റൽ റെക്കോർഡ്സ് വെച്ചിട്ട് അതാരാണെന്ന് തിരിച്ചറിഞ്ഞു. അയാളുടെ പേര് കെൻ എന്നാണ്. സ്റ്റാർ സിറ്റിയിൽ തന്നെയുള്ള ആളാണ്. മുൻപ് ആർമിയിലായിരുന്നു. പക്ഷേ അയാളെ കുറിച്ച് ലേറ്റസ്റ്റ് ആയിട്ട് അങ്ങനെ പുതിയ ഇൻഫർമേഷൻസ് ഒന്നുമില്ല എന്നിങ്ങനെ ബുള്ളോക്ക് അവിടെ ഇരുന്ന് പറയുകയാണ്. അപ്പോ ഇത് കേട്ടിട്ട് കെൻ എന്ന ഈ പേര് ഫ്രാങ്ക് ഇവിടെ കേട്ട പോലെയാണ്. പക്ഷേ അവൻ എത്ര ആലോചിച്ചിട്ടും അത് ഓർത്തെടുക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ടെറിയോടൊന്ന് ചോദിച്ചു നോക്കാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ടെറി അന്വേഷിക്കുമ്പോൾ അവനെ കാണുന്നില്ല. അവൻ ഓഫീസിലേക്ക് വന്നിട്ട് തന്നെ 2 ദിവസമായിരുന്നു. ഇതേ സമയം കേറ്റ് അവളുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പോ അവളുടെ വീടിന്റെ മുൻപിൽ ദാ ടെറി നിൽക്കുന്നു. ഇവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോ 2 ദിവസമായിട്ട് ഡ്യൂട്ടിക്ക് വരാത്തവൻ ഇവിടെ എന്തിനാ വന്നിരിക്കുന്നതെന്ന് അവളൊന്ന് ആലോചിക്കുന്നുണ്ട്. അവൾ വേഗം തന്നെ ഡോർ ഓപ്പൺ ചെയ്ത് ടെറി അകത്തോട്ട് കയറ്റി കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോ ടെറി ഒരു കാര്യം പറയുന്നുണ്ട്. ആ കില്ലറുടെ അടുത്ത ടാർഗറ്റ് അവനാണെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന കേറ്റ് ഒന്ന് ഞെട്ടുന്നുണ്ട്. നീ എന്താ ഈ പറയുന്നതെന്ന് ചോദിക്കുന്നു. അവൾക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഇവിടെയാണ് ട്വിസ്റ്റ്. അതായത് കൊല ചെയ്യപ്പെട്ട ആ സാധാരണക്കാരൻ, സെക്യൂരിറ്റി ഗാർഡ്, പിന്നെ എഡ്വേർഡ്, ഇവരെല്ലാവരും ടെറിയുടെ കൂടെ ഹൈസ്കൂളിൽ പഠിച്ചവരാണ്. അത് മാത്രമല്ല ഒരേ ഫുട്ബോൾ ടീമിൽ ഒരുമിച്ച് കളിച്ചിട്ടുമുണ്ട്. നീ എന്തായി പറയുന്നത്? ഇതെല്ലാം നിന്റെ ഫ്രണ്ട്സ് ആയിരുന്നെന്നോ? കേറ്റിന് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പണ്ട് ഇവര് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ സിറ്റിയിലെ തന്നെ അറിയപ്പെടുന്ന ഫുട്ബോൾ പ്ലേയേഴ്സ് ആയിരുന്നു ടെറിയും അവന്റെ ഈ 3 ഫ്രണ്ട്സും. ആ സമയത്ത് ഇവർ 4 പേരും ഒരു പയ്യനെ ടീമിൽ ചേർക്കാതെ മാറ്റി നിർത്തിയിരുന്നു. അതെന്തിനായിരുന്നു എന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു 4 പേരും മാറിയിരുന്ന് ഡ്രഗ്സ് അടിക്കുന്ന സമയത്ത് ഈ പയ്യനത് കണ്ടു. എന്നിട്ട് അവനത് സ്കൂളിൽ ചെന്ന് പറഞ്ഞു കൊടുത്തു. പിന്നീട് അത് കുറച്ച് പ്രശ്നമായി. അങ്ങനെ സ്കൂൾ മാനേജ്മെന്റ് ഇവർ 4 പേരെയും വാണിംഗ് ചെയ്തു വിട്ടു. അങ്ങനെയാണ് ഇവർക്ക് 4 പേർക്കും ആ പയ്യനോട് ഇത്ര പക വന്നത്. ആ പയ്യനാണ് ഇപ്പോൾ നടന്ന കൊലകൾ ചെയ്തതെന്ന് ടെറി പറയുകയാണ്. അതുകൊണ്ടാണ് ടെറി ഇത്ര അപ്സെറ്റ് ആയിട്ട് നടന്നതും മര്യാദയ്ക്ക് ജോലിക്ക് വരാതിരുന്നതൊക്കെ. എന്നിട്ട് അവൻ പറയുകയാണ്, ഒന്നും അറിയാത്ത പ്രായത്തിൽ ഒരുത്തിനൊന്ന് ഒതുക്കി നിർത്തിയതാണ്. അതല്ലാതെ ഞങ്ങൾ അത്ര വലിയ തെറ്റൊന്നും ചെയ്തില്ല. ആക്ച്വലി ഇവർ 4 പേര് കാരണം ഒരു പയ്യന് അവന്റെ പഠനം മുഴുവനും നഷ്ടപ്പെട്ടു. മാനസിക നില തെറ്റി കുറെ കാലം ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. അപ്പോ ആ പയ്യനാണ് ഈ കില്ലർ എന്ന് ടെറി ഉറപ്പിച്ച് പറയുകയാണ്. അപ്പൊ 20 വർഷം മുമ്പ് നടന്ന ഒരു കാര്യത്തിന് ഒരാൾ ഇപ്പോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം റിവെഞ്ച് ചെയ്യുമോ എന്ന് കേറ്റ് സംശയം പറയുകയാണ്. അവന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ്, അവന്റെ പേര് മാത്യു എന്നാണ്. അവൻ എന്നെ കൊല്ലുന്നതിന് മുൻപ് ഉറപ്പായിട്ടും ഞാൻ അവനെ കൊന്നിരിക്കും. അത് നീ നോക്കണ്ട, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന് കേറ്റ് പറയും. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ടെറി അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ ഫ്രാങ്കിനെ കാണിക്കുകയാണ്. കെൻ എന്ന ആ പേര് ഫ്രാങ്കിനെ എവിടെ പരിചയമുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് ആരാണെന്ന് അവനിപ്പോ മനസ്സിലായി. അതായത് ഫ്രാങ്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ നടന്നൊരു ഫുട്ബോൾ മാച്ചിൽ ഓപ്പോസിറ്റ് കളിച്ചൊരു ടീമിലെ പ്ലെയർ ആണ് ഈ കെൻ. അതായത് വിക്ടിംസ് എല്ലാവരും ഒരേ സ്ഥലത്ത് പഠിച്ചവരാണെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. ഈ കാര്യം ബുള്ളോക്കിനോട് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടുത്തെ പ്രിൻസിപ്പലിനെ പോയി ഒന്ന് കാണാമെന്ന് അവൾ പറയും. അങ്ങനെ ആ വിക്ടിംസ് പഠിച്ച സമയത്ത് ആരായിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ എന്ന് ഇവർ കണ്ടുപിടിക്കുകയാണ്. ആളുടെ പേര് ജെറാൾഡിൻ എന്നാണ്. അവരുടെ വീട്ടിലേക്ക് നാളെ പോകാമെന്ന് ഫ്രാങ്ക് ഇപ്പൊ പറയുകയാണ്. ഇതേ സമയം കേറ്റിന്റെ വീട് കാണിക്കുന്നു. അവിടേക്ക് ആരോ ഒരു സ്ട്രേഞ്ചർ കയറി ചെല്ലുകയാണ്. അത് ആരാണെന്ന് കാണിക്കുന്നില്ല. ശബ്ദം കേട്ട് ചെന്ന് നോക്കുന്ന കേറ്റ് അയാളെ കണ്ട് ഞെട്ടുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. അങ്ങനെ ആ ഒരു സീൻ കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് പ്രിൻസിപ്പാളിന്റെ അടുത്തേക്ക് ചെല്ലുന്ന ഫ്രാങ്കിനെയും ബുള്ളോക്കിനെയാണ്. അങ്ങനെ ആ പ്രിൻസിപ്പളിനോട് അവർ സംസാരിക്കുകയാണ്. ഞങ്ങൾ പോലീസാണ്, ഞങ്ങളിപ്പോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു കേസിൽ നിങ്ങളുടെ പഴയ കുറച്ച് സ്റ്റുഡൻസ് ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് ഫ്രാങ്ക് പറയുമ്പോൾ ആ പ്രിൻസിപ്പൾ അത് ആരൊക്കെയാണെന്ന് ചോദിക്കും. അപ്പോ കെൻ, കാമറോൺ, എഡ്വേർഡ് ഇങ്ങനെ വിക്ടിംസിന്റെ പേര് പറയുകയാണ്. ഈ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ ആ പ്രിൻസിപ്പളിന്റെ മുഖം നൈസായിട്ടൊന്ന് മാറുന്നുണ്ട്. ഇവർ തമ്മിലുള്ള കണക്ഷൻസ് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഇവരെല്ലാവരും നല്ല ഫുട്ബോൾ പ്ലേയേഴ്സ് ആയിരുന്നു. അതായത് കേറ്റിനോട് ടെറി പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഇപ്പൊ ഈ പ്രിൻസിപ്പൾ ഇവരോട് പറയുകയാണ്. ഈ 4 പേര് കാരണം ഒരു പയ്യൻ പഠിത്തം നിർത്തി സൈക്കാട്രിക് വാർഡിൽ കിടന്ന കാര്യം പറയുകയാണ്. അപ്പോ ഒരാൾ ഹോസ്പിറ്റലിലാവാൻ മാത്രം എന്താണ് അവർ ചെയ്തതെന്ന് ഫ്രാങ്ക് ചോദിക്കുകയാണ്. ആക്ച്വലി അന്ന് എന്തായിരുന്നു സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് ഇവർക്കറിയില്ല. പക്ഷേ അന്ന് ആ പയ്യനെ ഒരു രീതിയിലും ഇവരുടെ സ്കൂൾ സപ്പോർട്ട് ചെയ്തില്ല. ആ ഒരു കാര്യത്തിൽ ഇപ്പോഴും ഇവർക്ക് നല്ല വിഷമമുണ്ട്. അതായത് അവർ 4 പേര് ഫുട്ബോൾ സ്റ്റാർസ് ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി സ്കൂളിൽ നാണക്കേടുണ്ടാകാതിരിക്കാനായിട്ട് ഇവർ ആ ഒരു കാര്യം അവിടെ വെച്ച് തന്നെ ഒതുക്കി തീർത്തു. ആ ഒരു സങ്കടം കൊണ്ട് തന്നെ ഈ പ്രിൻസിപ്പൾ പിന്നെ ഒരുപാട് നാൾ അവിടെ ഉണ്ടായിരുന്നില്ല, റിസൈൻ ചെയ്തു. ഈ പ്രിൻസിപ്പലിന് ഇപ്പോഴും ആ ഒരു കുറ്റബോധം നന്നായിട്ടുണ്ട്.
ആ പയ്യന്റെ പേരെന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മാത്യു എന്ന് തന്നെയാണ് ഇവരും പറയുന്നത്. അങ്ങനെ ഇവര് 3 പേരും അല്ലാതെ വേറെ ആരെങ്കിലും ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ടെറിയുടെ പേര് പറയുക. അവനായിരുന്നു ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ. അങ്ങനെ ആ പ്രിൻസിപ്പലിനോട് സ്റ്റേഷനിൽ വന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പറഞ്ഞിട്ട് ബുള്ളോക്കും ഫ്രാങ്കും അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫ്രാങ്കിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, സെക്കൻഡ് വിക്ടിമിന്റെ പേരറിഞ്ഞപ്പോ തൊട്ട് ടെറിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് എഡ്വേർഡിനെ കൊന്നപ്പോ എന്താണ് നടക്കുന്നതെന്ന് ടെറിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി. അതുകൊണ്ടാണ് അവൻ ഡ്യൂട്ടിക്ക് വരാതിരുന്നതും വിളിച്ചിട്ട് കിട്ടാതിരുന്നത്. അപ്പോ ഈ ഇൻവെസ്റ്റിഗേഷനിൽ ടെറി ഇല്ലെങ്കിലും ഉറപ്പായും മാത്യുവിനെ അന്വേഷിച്ച് ടെറി നടക്കുന്നുണ്ടെന്ന് ഫ്രാങ്കിന് അറിയാം. അപ്പോ മാത്യു ആണ് കില്ലറെങ്കിൽ അവന്റെ അടുത്ത ഇര ഉറപ്പായിട്ടും ടെറിയാണ്. സോ അതുകൊണ്ട് രണ്ടുപേരെയും അന്വേഷിച്ച് കണ്ടുപിടിക്കും. അങ്ങനെ അവരിപ്പോ സ്റ്റേഷനിലേക്ക് വരികയാണ്. അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ FBI ഏജൻസ് വന്നിരിക്കുകയാണ്. അവിടുത്തെ ഡിറ്റക്റ്റീവ്സിന്റെ കേസ് ഫയൽസ് എല്ലാം പരിശോധിക്കും. അവിടെ എന്താണ് നടക്കുന്നതെന്ന് അവർക്ക് ആർക്കും തന്നെ മനസ്സിലാകുന്നില്ല. അപ്പോ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഫ്രാങ്കിനെ അയാളുടെ ക്യാബിനിലേക്ക് വിളിപ്പിക്കുന്നു. എന്നിട്ട് അവനോട് കാര്യം പറയുകയാണ്. അതായത് കേറ്റിനെ ആരോ കുത്തി, അവളിപ്പോ ഹോസ്പിറ്റലിലാണ്, അവളുടെ സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടതും ഫ്രാങ്ക് ആകെ ഷോക്ക് ആവുകയാണ്. കേറ്റിന്റെ വീട്ടില് നേരത്തെ ഒരു സ്ട്രേഞ്ചർ കയറുന്നത് നമ്മൾ കണ്ടിരുന്നു. അയാളാണ് കേറ്റിനെ കൊല്ലാൻ ശ്രമിച്ചത്. അതായത് കുറച്ചു ദിവസം മുൻപ് അവിടുത്തെ മേയർ ഈ കേസിനെ പറ്റി നടത്തിയ ഒരു പ്രസ് മീറ്റിംഗിൽ കേറ്റ് ആണ് കൂടെ ഉണ്ടായിരുന്നത്. സോ ഈ കേസ് ലീഡ് ചെയ്യുന്നത് കേറ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ആ കില്ലറായിരിക്കും കേറ്റിനെ ആക്രമിച്ചത്. അപ്പോ ഫ്രാങ്ക് ഹെഡിനോട് പറയുകയാണ്, സർ ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കൊലപാതകങ്ങളുടെ എല്ലാത്തിന്റെയും മെയിൻ കണക്ഷൻ ടെറിയാണ്. ഇയാൾക്കിത് ശരിക്കും ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. ഒരു ഹൈസ്കൂൾ ഇൻസിഡന്റിൽ ടെറിയും ബാക്കി 3 വിക്ടിംസും ഇൻവോൾവ് ആയതും അതുവഴി മാത്യു എന്നൊരു പയ്യൻ മെന്റൽ ഹോസ്പിറ്റലായതും എല്ലാ കാര്യങ്ങളും ഫ്രാങ്ക് ഇപ്പോ അയാളോട് പറയുന്നു. പക്ഷേ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഇപ്പോ നിരാശയിലാണ്. കാരണം ആ കേസ് ഇപ്പോ അവരുടെ കയ്യിൽ നിന്ന് FBI ഏറ്റെടുത്തു. അതുകൊണ്ട് നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണ്. സർ എന്ത് വന്നാലും ഞാൻ ആ കില്ലറുടെ കയ്യിൽ നിന്ന് ടെറി രക്ഷിച്ചിരിക്കും എന്നും പറഞ്ഞ് ഫ്രാങ്ക് അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് ഫ്രാങ്ക് ഇപ്പോ ആ കില്ലറില്ലേ മാത്യു, അയാളുടെ മെഡിക്കൽ റെക്കോർഡ്സ്, ക്രിമിനൽ റെക്കോർഡ്സ് ഇതെല്ലാം കളക്ട് ചെയ്യാനായിട്ട് ബുള്ളോക്കിനോട് പറയുകയാണ്. അങ്ങനെ അടുത്ത സീൻ ഫ്രാങ്ക് ഇപ്പോ വീട്ടിലാണ്. അപ്പോ അവൻ ആവശ്യപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്തിട്ട് ബുള്ളോക്ക് അങ്ങോട്ട് വന്നിരിക്കുകയാണ്. കേറ്റിന് സംഭവിച്ചതും അവളിപ്പോ ആശുപത്രിയിലാണെന്നൊക്കെ ഫ്രാങ്ക് ഇപ്പോ ആണ് അവളോട് പറയുന്നത്. അപ്പോൾ ഫ്രാങ്കിന്റെ അടുത്ത ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ എന്ത് വില കൊടുത്തും ടെറിയെ രക്ഷിക്കുക എന്നാണ്. അങ്ങനെ അവർ രണ്ടുപേരും ടെറി അന്വേഷിച്ചിറങ്ങുകയാണ്. ആ മാത്യുവിന്റെ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് പരിശോധിച്ചപ്പോൾ അയാൾക്ക് ഡിപ്രഷൻ, PTSD എന്നിങ്ങനെ പല പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാവും. സൈക്കാട്രിക് വാർഡിൽ മാത്യു പല പ്രാവശ്യം വയലന്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ അവിടെ നിന്ന് ജയിലിലേക്ക് മാറ്റിയിരുന്നു. കുറെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ റിലീസായതാണ്. അങ്ങനെ ഇപ്പൊ ടെറിയുള്ള ലൊക്കേഷനിലേക്ക് ഫ്രാങ്കും ബുള്ളോക്കും എത്തിയിരിക്കുകയാണ്. ടെറിയും അവന്റെ ഫ്രണ്ട്സും ഇടയ്ക്ക് ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണിത്. അങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ടെറി അവിടെ തന്നെയുണ്ട്. അവനവിടെ ഡ്രിങ്ക്സ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രാങ്ക് അവന്റെ അടുത്തോട്ടേക്ക് ചെല്ലുന്നു. മാത്യുവിനെ പറ്റി ചോദിക്കുകയാണ്. ടെറി ആ കാര്യങ്ങളൊക്കെ പറയുകയാണ് അവന്റെ ഫ്ലാഷ് ബാക്കിലേക്ക്. ഹൈസ്കൂൾ ഫുട്ബോൾ ടീമിൽ ടെറിയും അവന്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അതിലേക്ക് പുതിയതായി വന്നതാണ് മാത്യു. ഈ മാത്യു ടീമിൽ വന്നത് ടെറിക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ടെറിയും അവന്റെ ഫ്രണ്ട്സും മാത്യുവിനെ കളിക്കാൻ സമ്മതിച്ചിരുന്നില്ല. ഈ ഒരു കാരണം കൊണ്ട് മാത്യു പോയി സ്കൂളിൽ കംപ്ലൈന്റ് ചെയ്തെങ്കിലും കാര്യം ഉണ്ടായില്ല. കാരണം ഇവര് 4 പേരും സ്കൂളിലെ സ്റ്റാർ പ്ലേയേഴ്സ് അല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ 4 പേരും കൂടി ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് ഈ മാത്യു കാണുന്നത്. അപ്പോ ഇവർക്ക് പണി കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്ന മാത്യുവിന് ഇതൊരു വലിയൊരു അവസരമായിരുന്നു. അവനത് സ്കൂൾ മാനേജ്മെന്റിനെ അറിയിക്കുകയും പിന്നീട് അത് വലിയൊരു പ്രശ്നമായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം ടെറിയുടെ ഗ്യാങ് മാത്യുവിനെ തന്നെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം ടെറിയുടെ ഗ്യാങ്ങിന് മാത്യു കാരണം വലിയൊരു നാണക്കേടാണ് ഉണ്ടായത്. മാത്യുവിനെ അതുപോലെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. ഒരിക്കലും ഒരു ഫുട്ബോൾ മാച്ച് ജയിച്ചപ്പോൾ നടന്ന പാർട്ടിയിൽ മാത്യു ഉണ്ടായിരുന്നു. അവിടെ വെച്ച് നന്നായി കുടിച്ചിട്ടുണ്ടായിരുന്ന ഈ ടെറിയും ഗ്യാങ്ങും മാത്യുവിനെ നന്നായിട്ട് തല്ലി ചതച്ചു. അതുകൂടാതെ വേറൊരു കാര്യം കൂടി ടെറി ഇപ്പൊ പറയുന്നുണ്ട്. അതായത് അന്ന് കാമറൂണിന്റെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. പണ്ട് മെഡിവൽ പീരീഡിൽ ആളുകളെ എങ്ങനെയായിരുന്നു ടോർച്ചർ ചെയ്തിരുന്നതെന്ന് കാമറൂൺ വായിച്ചിട്ടുണ്ട്. അതുപോലെ മാത്യുവിനെ ചെയ്യാമെന്ന് അവൻ അവരോട് പറഞ്ഞു. അങ്ങനെ ആരും കാണാതെ മാത്യുവിനെ ഒരു ട്രക്കിൽ കയറ്റി ആരുമില്ലാത്തൊരു ബിൽഡിങ്ങിലേക്ക് കൊണ്ടുപോയി. മാത്യു പേടിച്ചിട്ട് നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവര് 4 പേരും അതൊന്നും മൈൻഡ് ചെയ്തില്ല. എന്നിട്ട് അവരെന്താ അവനെ ചെയ്തതെന്നറിയോ? അവന്റെ ശരീരത്തിൽ ഒരു ബക്കറ്റ് വെച്ച് അതിനകത്തേക്ക് കുറെ എലികളെ പിടിച്ചു. എന്നിട്ട് ആ ബക്കറ്റ് ചൂടാക്കിക്കൊണ്ടിരുന്നു. ചൂട് കൂടുന്നതനുസരിച്ച് ആ ബക്കറ്റിന്റെ അകത്തുള്ള എലികൾക്ക് രക്ഷപ്പെടാൻ പറ്റാതെ ആയപ്പോ മാത്യുവിന്റെ ശരീരം കടിച്ചു കയറാൻ തുടങ്ങി. ഇങ്ങനെ ചോര വരുന്നത് കണ്ട് ഇവര് 4 പേര് പേടിച്ചത് കൊണ്ടാണ് മാത്യു രക്ഷപ്പെട്ടത്. അന്ന് ഈ 4 പേരും മാത്യുവിനെ അവിടെ ഇട്ടിട്ട് ആ ബക്കറ്റ് എലികളെയും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അന്നത്തെ ഈ മാത്യുവിന്റെ കരച്ചിൽ അത്രയ്ക്ക് ഭീകരായിരുന്നു. എന്നിട്ട് ടെറി ഇപ്പോ ഫ്രാങ്കിനോട് പറയുകയാണ്. ഈ കഥ കേട്ടതും ഫ്രാങ്ക് ശരിക്കും ഷോക്കായിട്ടിരിക്കുകയാണ്. അപ്പൊ ഇവര് 4 പേരും മാത്യുവിനോട് ചെയ്ത അതേ രീതി തന്നെയാണ് അവനിപ്പോ ഇവരോട് ചെയ്യുന്നത്. ഈ സമയത്ത് ടെറിക്ക് അവന്റെ വൈഫിന്റെ കോൾ വരികയാണ്. ആ കോൾ അറ്റൻഡ് ചെയ്തിട്ട് അവന് വേഗം വീട്ടിലോട്ട് പോകണമെന്നും പറഞ്ഞ് അവിടുന്ന് പോകാൻ തുടങ്ങുകയാണ്. പക്ഷേ ഫ്രാങ്ക് അവനെ തടയുന്നുണ്ട്. പക്ഷെ അവന് പോയേ പറ്റൂന്നും പറഞ്ഞ്
ഫ്രാങ്ക് പറഞ്ഞത് വകവയ്ക്കാതെ ടെറി വീട്ടിലേക്ക് പോകും. ആ മാത്യു ടെറിയുടെ ഭാര്യയെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. ഒരാളൊഴിഞ്ഞ ബിൽഡിങ്ങിൽ ആ സ്ത്രീയെ കൊണ്ടുപോയി ഇപ്പോ ആ കില്ലറെ കെട്ടിയിട്ടിരിക്കുകയാണ്. ടെറി അങ്ങോട്ട് ചെല്ലുന്നു. അവൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവന്റെ വൈഫ് അവിടെ ഉണ്ട്. അപ്പോ മാത്യു അവന്റെ പിറകിലൂടെ വന്ന് തലക്കടിക്കുകയാണ്. ഇതേ സമയം തന്നെ ഫ്രാങ്കും ബുള്ളോക്കും ടെറിയുടെ കാർ ട്രാക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരവിടെ എത്തി. അവരുടെ ഫോഴ്സ് അങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ 20 മിനിറ്റെങ്കിലും എടുക്കും. പക്ഷേ അതുവരെ വെയിറ്റ് ചെയ്യാനായിട്ട് ഫ്രാങ്കിന് പറ്റുന്നില്ല. കാരണം ഓൾറെഡി അവന്റെ ഒരു കൊളീഗ് മരിച്ചത് കൊണ്ടാണ് അവനിപ്പോ ഇത്രയും ഡൗൺ ആയത്. ഇനി അതുപോലെ ഒന്ന് ഫേസ് ചെയ്യാനായിട്ട് ഫ്രാങ്കിന് പറ്റില്ല. അങ്ങനെ ഫ്രാങ്കും ബുള്ളോക്കും തോക്കും പിടിച്ചിട്ട് ആ ബിൽഡിങ്ങിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോ മാത്യു അവിടെ നിൽക്കുന്നുണ്ട്. ടെറിയും വൈഫ് എവിടെയാടാ, നീ അത് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ നിന്നെ ഷൂട്ട് ചെയ്യും. അപ്പോ മാത്യുവിനെ കാണിക്കുകയാണ്. അവന്റെ കയ്യിലിരുന്ന കത്തി എടുത്തിട്ട് ഇപ്പോ അവൻ അവന്റെ തന്നെ കഴുത്തിലേക്ക് വെക്കുകയാണ്. നിനക്ക് എന്താ വേണ്ടതെന്ന് ബുള്ളോക്ക് അവനോട് ചോദിക്കും. അപ്പോ അവൻ അനുഭവിച്ച കാര്യങ്ങളെ പറ്റി മാത്യു പറയുകയാണ്. മാത്യു ശരിക്കും വിറച്ചാണ് സംസാരിക്കുന്നത്. അന്ന് ആ 4 പേര് മാത്യുവിനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മാറ്റ് ദ റാറ്റ് എന്നിങ്ങനെ ഉറക്കെ വിളിച്ചിരുന്നു. ഇതൊക്കെ ഇപ്പോഴും അവന്റെ മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അവനൊരു മാനസിക രോഗിയാക്കിയത്, മെന്റൽ ഹോസ്പിറ്റലിൽ കിടത്തിയത്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മാത്യു അവന്റെ തന്നെ ഷർട്ട് പൊക്കി അവന്റെ വയറിലുള്ള പാടുകൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് എന്നെ ഇതുപോലെ ഉപദ്രവിച്ചവരെ ഞാൻ എന്തിനാ വെറുതെ വിടുന്നതെന്ന് മാത്യു ചോദിക്കുന്നു. നിന്റെ വേദന ഞങ്ങൾക്ക് മനസ്സിലാവുമെന്നും പറഞ്ഞ് ഫ്രാങ്ക് അവനെ കൂളാക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ മാത്യു അത് മൈൻഡ് ചെയ്യുന്നില്ല. ആക്ച്വലി കേസ് ലീഡ് ചെയ്തത് കേറ്റ് ആയതുകൊണ്ട് അവളൊന്ന് പേടിപ്പിക്കാനാണ് മാത്യു കേറ്റിനെ ആക്രമിച്ചത്, അല്ലാതെ അവളെ കൊല്ലാനായിട്ടല്ലായിരുന്നു. പോകുന്നതിന് മുൻപ് ആംബുലൻസിന് ഫോൺ ചെയ്തു ഇവളെ രക്ഷിച്ചത് അവൻ തന്നെയായിരുന്നു. കേറ്റിനോട് അങ്ങനെ ചെയ്ത ഉറപ്പായിട്ട് ടെറി അവനെ അന്വേഷിച്ചു വരുമെന്ന് മാത്യു വിചാരിച്ചു. ടെറിക്ക് ഞാൻ ശിക്ഷ വാങ്ങിക്കൊടുത്തോളാമെന്ന് പറഞ്ഞ് ഫ്രാങ്ക് അവനെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ മാത്യു അതിലും വീഴുന്നില്ല. ഈ മാത്യു മെന്റൽ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് അവനെ പുറത്തേക്ക് വിടരുതെന്ന് ഈ ടെറി ഡോക്ടേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നും മാത്യു ജയിലിലേക്ക് പോയതിനു പിന്നിലും ഈ ടെറി ആയിരുന്നു. ആ എലികളെ ആകർഷിക്കാനായിട്ട് എന്തൊക്കെ കെമിക്കൽസ് ആഡ് ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞാണ് മാത്യു അറിയുന്നത്. ഈ 4 പേരെയും അതുപോലെ കൊല്ലണമെന്നത് ഒരു ജീവിത ലക്ഷ്യമാക്കിയിട്ടാണ് അവൻ ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ അവന്റെ ജീവിതം നശിപ്പിച്ചവര് വേദന കൊണ്ട് കരയുന്നത് മാത്യു നന്നായി ആസ്വദിച്ചിരുന്നു. ശരി, നിന്റെ കഥയൊക്കെ അവിടെ നിൽക്കട്ടെ, ടെറി അവിടെ നിന്ന് ചോദിക്കുകയാണ്. മാത്യു അപ്പോ അപ്പുറത്തെ റൂമിലേക്ക് കൈ ചൂണ്ടുന്നു. അപ്പോ ആ റൂമിൽ ടെറിയെ കാണിക്കുകയാണ്. അവന്റെ 2 കൈയും കെട്ടിയിട്ടുണ്ട്. വയറ്റില് ഒരു ബക്കറ്റ് കെട്ടി വെച്ചിട്ടുണ്ട്. ടെറിയാണെങ്കിൽ ബോധമില്ലാതെ കിടക്കുകയാണ്. ഏകദേശം മരണത്തിന്റെ വക്ക് വരെ എത്തിയിട്ടുണ്ട്. പുള്ളൊക്കെ അവന്റെ അടുത്തോട്ട് ഓടിച്ചെന്ന് അവന് CPR കൊടുക്കുകയാണ്. ഫ്രാങ്ക് അപ്പോ തോക്കും ചൂണ്ടി മാത്യുവിന്റെ അടുത്ത് ചെന്നിട്ട് അവന്റെ കഴുത്തിലിരിക്കുന്ന ആ കത്തി വാങ്ങിക്കളയും. ഇവിടെ മാത്യു ആണെങ്കിൽ തന്റെ റിവെഞ്ച് കംപ്ലീറ്റ് ആയി എന്ന ഒരു സംതൃപ്തിയിലാണ് നിൽക്കുന്നത്. അവന്റെ ദേഷ്യം ടെറിയോടായതുകൊണ്ട് തന്നെ അവന്റെ ഭാര്യ ഒന്നും ചെയ്യാനായിട്ട് സാധ്യതയില്ല. അപ്പോ മാത്യു പറയുകയാണ്, ഫ്രാങ്ക് എന്നെ ഷൂട്ട് ചെയ്യൂ. ഇല്ല, നീ ജീവിതകാലം മുഴുവൻ ശിക്ഷ അനുഭവിക്കേണ്ടവനാണെന്ന് ഫ്രാങ്ക് പറയും. മാത്യു അപ്പോ അവൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന അവന്റെ തോക്ക് പുറത്തേക്ക് എടുക്കുകയാണ്. എന്നിട്ട് ഫ്രാങ്കിനെ കൊല്ലാനായിട്ട് അവന്റെ നേരെ തോക്ക് ചുണ്ടും. പക്ഷെ അപ്പോഴേക്കും ബുള്ളോക്ക് ആ റൂമിൽ നിന്നും പുറത്തോട്ട് വന്ന് മാത്യുവിനെ ഷൂട്ട് ചെയ്യുകയാണ്. അങ്ങനെ മാത്യുവിന്റെ കഥ അവിടെ തീരുകയാണ്. ബ്ലഡ് ഒരുപാട് പോയത് കൊണ്ട് ടെറി ഇവർക്ക് രക്ഷിക്കാനായിട്ട് പറ്റിയില്ല. ആക്ച്വലി മാത്യുവിന്റെ പ്ലാനും എല്ലാവരെയും തീർത്തതിനു ശേഷം സ്വയം മരിക്കുക എന്നതായിരുന്നു. അത് തന്നെ ഇവിടെ സംഭവിക്കുകയും ചെയ്തു. ആക്ച്വലി അതിനായിട്ടായിരുന്നു അവൻ ഫ്രാങ്കിനെതിരെ തോക്ക് ചൂണ്ടിയത്. അങ്ങനെ സ്റ്റാർ സിറ്റി മർഡർ കേസ് ഇവിടെ സോൾവ് ആവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.